ആവശ്യം തന്നെയാണ്. പുനരധിവാസം രണ്ട് നിലയിലുണ്ട്. ഒന്ന് ടെമ്പററി റീഹാബിലിറ്റേഷനും പെർമനന്റ് റീഹാബിലിറ്റേഷനും. ആദ്യം ടെമ്പററി റീഹാബിലിറ്റേഷനിലേക്ക് വന്നാൽ വാടക വീടുകൾ അതൊരുക്കാൻ സർക്കാർ തന്നെ മുൻകൈ എടുക്കുന്നു. അതിന്റെ ഭാഗമായി സർക്കാരിന്റെ പ്രവൃത്തി കണ്ട് മറ്റുള്ളവർ കൂടി അത് അനുകൂലിച്ച് അതിന് പിന്തുണ പ്രഖ്യാപിച്ച് വരുന്നൊരു സ്ഥിതി ഉണ്ടാക്കാൻ സർക്കാർ ക്വാർട്ടേഴ്സുകൾ അത് പൊതുമരാമത്ത് വകുപ്പിൻ്റെതായിക്കോട്ടെ മറ്റുള്ളതായിക്കൊള്ളട്ടെ തുറന്നു കൊടുക്കാൻ തീരുമാനമെടുത്ത് 24 മണിക്കൂറിനുള്ളതാണ് പല ക്വാർട്ടേഴ്സും കൂടുതൽ ആളുകളെ വെച്ചുകൊണ്ട് റിപ്പയർ ചെയ്തത്. ഇന്നലെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്, അടഞ്ഞു കിടന്ന ക്വാർട്ടേഴ്സുകളാണ്. 3 ബെഡ്റൂമും 4 ബെഡ്റൂമുള്ള ക്വാർട്ടേഴ്സാണ്. 10-15 പേർക്ക് താമസിക്കാൻ പറ്റും. അങ്ങനെയുള്ള 68 ക്വാർട്ടേഴ്സ് റെഡിയായി. ഇപ്പോൾ വാടക വീട് ഒരുപാട് പേര് ഓഫർ ചെയ്യുന്നു. 100ഓളം വീടുകൾ ഇൻക്ലൂഡിങ് ദിസ് ഗവൺമെൻറ് ഫെസിലിറ്റി അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് പുറമേയും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് നിർമ്മാണം നടത്താവുന്ന പ്രീഫാബ് കൺസ്ട്രക്ഷൻ അതുകൂടി നമ്മളിപ്പോൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിൽ പലരുമായി സംസാരിച്ചു. അങ്ങനെ ടെമ്പററി റീഹാബിലിറ്റേഷൻ ഉറപ്പുവരുത്തുക. പെർമനന്റ് റീഹാബിലിറ്റേഷനിൽ ഒരു കാഴ്ചപ്പാട് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ കാഴ്ചപ്പാടിന് പൊതുവെ എല്ലാവരും പിന്തുണ നൽകിയിരിക്കുകയാണ്. എല്ലാവരുടെ അഭിപ്രായം എടുക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും എല്ലാ വ്യക്തികളും ഗ്രൂപ്പുകളും സ്ഥാപനങ്ങളും അതോടൊപ്പം ഈ ക്യാമ്പിലുള്ളവർ ആശുപത്രിയിലുള്ളവർ അവരുടെ അഭിപ്രായം പരമപ്രധാനമാണ്. അവരുടെ കൂടി അഭിപ്രായം എടുത്തുകൊണ്ട് അതൊരു തീരുമാനമായി മാറിയാൽ ആ തീരുമാനം യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ മന്ത്രിസഭ ഉപസമിതിയെയും അതുപോലെ ഇതിനോട് സഹകരിക്കുന്ന ജനപ്രതിനിധികൾ എല്ലാവരുടെയും മുന്നിലുള്ളത്. അത് ഞങ്ങളൊരു ടീമായി നിന്നുകൊണ്ട് തന്നെ ചെയ്യും. നമ്മൾ പുത്തുമലയുടെ സാഹചര്യത്തിൽ നമുക്കൊരു മുൻ അനുഭവമുണ്ട്. അത് ദീർഘകാലം ഒരു വർഷത്തേക്കെങ്കിലും നീണ്ടുപോകുന്ന വിധത്തിൽ താൽക്കാലിക. ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. സാധ്യമായതെല്ലാം ചെയ്യും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. താൽക്കാലികവും സ്ഥിരവുമായ താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെ പറ്റി ആലോചിക്കും. ഒരുപാട് പേർ സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുണ്ട് വാടക വീടുകൾ അവർക്കൊക്കെ നൽകാൻ എന്ന് അദ്ദേഹം പറയുന്നു.